പണിക്കാരാ സൂക്ഷിച്ച് തള്ളനെ കയറ്റമാണ്. ഈ പണിയെടുത്ത് ജീവിക്കുന്നതാ ഏറ്റവും വലിയ പണി. ഒരു കാടളകി വരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തറിയോ? ഒരു പോത്തിനെ നിർത്തി പൊരിക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ കേട്ടിട്ട് എനിക്ക് തന്നെ വിശന്ന് വയറ് കരിയണം. എനിക്ക് പരിപൂർണ വിശ്വാസമായി. ക്ഷമിച്ചോളൂ. പോട്ടെ 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 വല്ലതും പറ്റിയ ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. അടിപൊളിയില്ല. സാധനം 8 സ്പാനർ എടുത്തേ. 8 ഇല്ല, വേണമെങ്കിൽ 4 2 തരാം. അതില്ലേ നല്ല മണമല്ലേ? ചീഞ്ഞിട്ടില്ലെങ്കിൽ ചീഞ്ഞ മണമുണ്ട്. Young girl, don't cry. I'll be right here when your world starts to fall. ചെലവോട് ചെലവ്, എന്തൊരു കഷ്ടം. ഞാൻ ഒരു പണക്കാരനല്ലായിരുന്നു, ഇപ്പൊ പിച്ചക്കാരനായേനെ. പിന്നെ നോക്കാല്ലേ. അങ്ങനെ ഇപ്പോഴും നല്ല കടലുണ്ട് കേട്ടാ. നമ്മൾ കുറെ നേരം കത്തിച്ചു, പിന്നെ കടലിൽ നല്ലോണം സ്റ്റീം ചെയ്തിരിക്കണം. എന്താണ് ഉള്ളിൽ സംഭവിച്ചതെന്ന് അറിയില്ല. ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ കുഴപ്പമുണ്ടാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നാൽ അതൊന്നും അറിയണല്ലോ തമ്പിളിയാ. രതീഷേ, കരിഞ്ഞിട്ടാവോ? ഇല്ലേ? കാണോ? ചിലപ്പോ പറയാൻ പറ്റില്ല, കാണായിരിക്കും. കരിഞ്ഞിട്ട് ഞാൻ കുറ്റം പറയണ്ട. സംഭവം എന്താണെന്ന് ഉള്ളിൽ നടന്നിരിക്കുന്നത് നമുക്ക് അറിയില്ല കേട്ടാ. നോക്കാം അല്ലേ രതീഷേ? അങ്ങനെ സംഭവിച്ചാൽ അതെന്റെ വിധിയാണെന്ന് ഞാൻ കരുതും. ഇതൊന്നും പറയാനില്ല, പതുക്കെ നമുക്ക് മാറ്റാം. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചു. മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ട ഇങ്ങനെ ഇരിക്കും. ഒരു മണിക്കൂർ മുന്നേ എടുത്താണേല് അല്ലേ കറക്റ്റ് ആയി. നമ്മൾ 4.5 മണിക്കൂർ വെച്ചുട്ടാ. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു. ഇനി എന്നെ ഇവിടെ ആവശ്യമില്ല. ചിലപ്പോൾ അത് ഒടിഞ്ഞു പോയിട്ടുണ്ടല്ലേ. ചെറിയ ശബ്ദം കേട്ടു ഞാൻ. അപ്പൊ തന്നെ പറഞ്ഞു അങ്ങനെ ഒന്നും വീഴില്ലെന്ന് പറഞ്ഞു. വലിയ ഷെഫല്ലേ? എല്ലാം ഉണ്ണാളതാണ്ട. എന്നാ പറഞ്ഞാലും ആ പാവത്തിനെ മെക്കിട്ട് കയറിക്കണം. അപ്പൊ സംഭവം നമ്മുടെ അടുത്തുണ്ടല്ലോ. ഇനി ഇഷ്ടം പോലെ സാധനം ഉണ്ട് കേട്ടാ. നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് ഇവിടെ ഇത്ര നേരം നമ്മളോട് ഹെൽപ്പ് ചെയ്ത ആളുകളുണ്ടായിരുന്നു. അവർക്ക് പോയിരിക്കണം. അവർക്കൊക്കെ നമുക്ക് പാർസലായി കൊണ്ടുപോകും അല്ലേ? മക്കളെ, ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണമായി ബാക്കി നമുക്ക് വെക്കാട്ടാ.